ബാറുകൾ തുറക്കാമെന്ന് ഉറപ്പു നൽകിയെന്ന ആരോപണം അസംബന്ധമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആന്ധ്രയിലെ കോൺഗ്രസ് നേതാവുമായി ബന്ധമുള്ള ഒരു എഡിജിപിയാണ് സിഡി പുറത്തുവിട്ടതിന് പിന്നിലെന്നും കോടിയേരി ആരോപിച്ചു. അതേസമയം എഡിറ്റ് ചെയ്ത സിഡിയാണ് സർക്കാർ പുറത്തുവിട്ടതെന്നും കെ ബാബുവിന്റെ പേര് പറയണമെന്ന് ഒരു UDF മന്ത്രിയാണ് തന്നോട് ആവശ്യപ്പെട്ടതെന്നും ബിജു രമേശ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് സർക്കാർ എഡിറ്റ് ചെയ്ത സിഡി പുറത്തുവിട്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. സിഡിയിൽ പരാമർശമുള്ള രമേശ് ചെന്നിത്തലയുടെയും VS ശിവകുമാറിന്റെയും പേരിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നും കോടിയേരി ചോദിച്ചു. സിഡി പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു ADGPയാണ്. LDFന്റെ മദ്യനയം അധികാരത്തിലെത്തിയ ശേഷം തീരുമാനിക്കുമെന്നും സോളാർ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇപ്പോൾ സിഡി പുറത്തുവിട്ടതെന്നും കോടിയേരി പറഞ്ഞു. ബാറുടമസ്ഥന്മാർക്ക് CPM വാക്കുകൊടുത്തു എന്ന തരത്തിൽ നടത്തുന്ന പ്രചാരവേല ശുദ്ധ അസംബന്ധവും കളവുമാണ്. ബിജു രമേശ് ഏതെങ്കിലും യോഗത്തിൽ പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് CPMന് യാതൊരുവിധ ബന്ധവുമില്ല. അതേസമയം എഡിറ്റ് ചെയ്ത ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും ശബ്ദരേഖയുടെ പൂർണ്ണരൂപം പുറത്തുവിടാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണെന്നും ബിജു രമേശ് പറഞ്ഞു. ഉപദ്രവിക്കരുതെന്ന് രമേശ് ചെന്നിത്തലയും VS ശിവകുമാറും പലതവണ ആവശ്യപ്പെട്ടു. കെ ബാബുവിന്റെ പേര് പറയാൻ പറഞ്ഞത് ഒരു മന്ത്രിയാണെന്നും ബിജു രമേശ് വെളിപ്പെടുത്തി. സ്പീച്ചിന്റെ ബിറ്റുകൾ എടുത്ത് കാണിക്കുന്ന പരിപാടി ശരിയല്ല. മൊത്തത്തിൽ പുറത്തുവിട്ട അതിനകത്ത് രമേശ് ചെന്നിത്തല, ബാബു, മാണി സാർ ഉൾപ്പെടെയുള്ള പറയപ്പെടുന്ന ശിവകുമാർ ഉൾപ്പെടെയുള്ള പേരുകൾ അതിനകത്ത് പറയപ്പെടുന്നുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട്. അതെന്താ അതും കൂടെ ഒന്ന് പുറത്തുവിടാത്തത്? എൻ്റെ പറയരുത് മറ്റത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൂടുതലാണ് നടത്തി ഇതിനകത്തുള്ള മന്ത്രിമാരൊക്കെ തന്നെയാണ്. മന്ത്രിമാർക്ക് വടക്കേ ഇന്ത്യയിലടക്കമുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമെന്നും ബിജു രമേശ് മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.